ടുഡേ ഈസ് May 26. ഈ ഒരു മെയ് മാസത്തിലെ അവസാനത്തെ ട്രേഡിംഗ് വീക്കാണ്. XAUSD ഗോൾഡിന്റെ ഇമ്പോർട്ടൻസ് ലെവൽസും ഈ ഒരു വീക്കിലെ ഫോർകാസ്റ്റും നമുക്ക് ചെക്ക് ചെയ്യാം. ഗോൾഡിൻ്റെ ഓവറോൾ ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു ലെവലിൽ നിന്നാണ് മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് പമ്പ് ചെയ്തിരിക്കുന്നത്. ഇത് ഡെയിലിയിൽ സ്ട്രോങ് ഓർഡർ ബ്ലോക്ക് ലെവലാണ്. ഇതാണ് സ്ട്രോങ് ലോ ആയിട്ട് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. ലെവൽസ് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും 3134 ലെവലിൽ നിന്നാണ് മാർക്കറ്റ് മുകളിലായിട്ട് പമ്പ് ആയിരിക്കുന്നത്. ആ പോയ ഒരു പ്രൈസ് ഡെലിവറി നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് അപ്പ് മൂവ്മെൻറ്റ് വന്നു. എഗെയിൻ OT ലെവലിലേക്ക് റീട്രേസ് ചെയ്തൊരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് എഗെയിൻ മാർക്കറ്റ് പമ്പ് ചെയ്തു. ദെൻ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് റെസ്റ്റിംഗ് ഉണ്ട്. അതിലേക്കുള്ള റീട്രേസ്മെൻറ്റ് നമ്മൾ ഓവറോൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ഞാൻ ഈ ഒരു വീക്ക് ലെവൽസ് നോക്കുകയാണെങ്കിൽ 3242 എന്ന ലെവൽ. ദെൻ ഈ ഒരു FEG നിന്ന് കഴിഞ്ഞ വീക്ക് മാർക്കറ്റ് പമ്പിങ് നടന്നു. ആ ഒരു ലെവൽ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും 3280. ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് റെസ്റ്റിംഗ് ആണ്. രണ്ട് സെനാറിയോ ആണ് ഈ ഒരു വീക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സ്ട്രോങ് ബുള്ളിഷ് തന്നെയാണ് ഈ ഒരു വീക്കും. വൺസ് ഈ ഒരു FEG ഫിൽ ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു, അതല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് ഈ ഒരു ഡൗണിലേക്ക് വന്നിട്ട് മുകളിലേക്ക് പമ്പിങ്. ഓവറോൾ ബുള്ളിഷ് തന്നെയാണ് എൻ്റെ ഒരു വ്യൂ. നമ്മുടെ സ്ട്രോങ് ബൈ സൈഡ് ലിക്വിഡിറ്റിയെ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു ലെവലാണ്. അതായത് ഈ ഒരു ഹൈ, അതായത് 3434 എന്നൊരു ലെവലിലേക്കാണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലിക്വിഡിറ്റി സ്വീപ്പ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീക്ക് സ്ട്രോങ് ബുള്ളിഷ് തന്നെയാണ്. അതിന് മുമ്പ് നമുക്ക് നല്ലൊരു കറക്ഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും.